ബൈബിൾ ഉടനീളം പരിശോധിക്കുക, ഏകസത്യ ദൈവത്തെ ആരാധിക്കാനാണ് പറഞ്ഞത്. പിന്നെ AD 325 നിക്കിയ സിനോദോസിൽ വെച്ചാണ് യേശുക്രിസ്തു ദൈവനിരയിൽ സ്ഥാനം പിടിക്കുന്നത്, 4-ാം നൂറ്റാണ്ടിൽ. അതുവരെയും യേശുവിൽ നിന്ന് ദീനു പഠിച്ച ഒരൊറ്റ മനുഷ്യനും യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ലോക ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. AD 325 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പാദഭാഗത്താണ് യേശു ദൈവമാണെന്നുള്ള തീരുമാനം വരുന്നത്. അതെന്തുകൊണ്ടായിരുന്നു? റോമൻ മതക്കാരനാകുന്ന കോൺസ്റ്റന്റൈൻ രണ്ടാമൻ ക്രിസ്തുമതം സ്വീകരിച്ചു. അങ്ങനെ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായി. ക്രൈസ്തവർ ഒരു വശത്തും ക്രൈസ്തവ വിരുദ്ധരാകുന്ന പാഗൻ മതക്കാരൊക്കെ ഒരു വശത്തും. തൻ്റെ ഭരണത്തിന് പോലും ഭീഷണിയായി. ആ സമയത്ത് അദ്ദേഹം ഒരു സുന്നഹദോസ് വിളിച്ചു. ഈ സുന്നഹദോസ് വിളിച്ച് യേശുവിനെ ദൈവമാക്കുന്ന കാലത്ത് അയാൾ ക്രിസ്ത്യാനി അല്ല കേട്ടോ. പിന്നെ മകളുടെ സമ്മർദ്ദം കൊണ്ട് പിന്നീട് ക്രിസ്ത്യാനി ആവണം. അതുകൂടെ മനസ്സിലാക്കണം. അങ്ങനെ ഇവരുടെ ഇടയിലെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു, യേശു കൂടെ ദൈവമാണ് എന്ന്. ഇത് അംഗീകരിക്കാതെ 2000 ചില്ലാനം ഫാദർ അരിയൂസിന്റെ നേതൃത്വത്തിൽ അന്ന് ആ സുന്നഹദോസിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. സത്യം ക്രൂശിക്കപ്പെടുന്നു എന്ന് കയ്യുയർത്തി പറഞ്ഞുകൊണ്ടാണ് ഫാദർ അരിയൂസ് ആ ഒരു മുഷാവറയോഗം ഇട്ടത്. സത്യം ക്രൂശിക്കപ്പെടുന്നു. പക്ഷെ അയാളെയും അനുയായികളെയും റോമൻ രാജാവിൻ്റെ കോൺസ്റ്റന്റൈൻ രണ്ടാമൻ്റെ ശക്തിയും സൈനിക ശേഷിയൊക്കെ ഉപയോഗിച്ച് അടിച്ചൊതുക്കി. അപ്പോഴും ത്രിയേകത്വത്തിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിത്വം കടന്നു വന്നിട്ടില്ല. അത് AD 380 ഡമസ്കസിൽ വെച്ച് നടന്ന സുന്നഹദോസിലാണ് ദൈവത്വം പിന്നെയും വികസിക്കുന്നത്. അതുകൊണ്ടാണ് വലാ തഖൂലു സലാസ, തൃത്വത്തെക്കുറിച്ച് മിണ്ടരുത് എന്ന് പറയാൻ പറയുന്നത്.